നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മമ്മി അത് അംഗീകരിക്കുകയാണ് വേണ്ടത്. ഇപ്പോ സീത വളരെ മോശം മാനസികാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നീ സത്യം വെളിപ്പെടുത്തിയാൽ അവൾക്ക് ഒരിക്കലും പാർവതിയെ മരുമകളായി അംഗീകരിക്കാൻ പറ്റില്ല. സിറ്റുവേഷൻ കുറച്ചുകൂടി ബെറ്റർ ആവട്ടെ. ഞാൻ തന്നെ മമ്മിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. അതുവരെ നീ മമ്മിയോട് നിന്റെ ഇഷ്ടത്തെക്കുറിച്ചൊന്നും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് നിന്നെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഡാഡി, നിനക്ക് നിന്റെ പ്രണയം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് ക്ഷമയോടെ കാത്തിരിക്കും. നീ ഇവിടെ തന്നെ മറന്നു നിന്നോ? ഇറങ്ങാറായോ കാന്താരി? നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ? എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട. കോളേജിലെത്താൻ സമയമേ, ഞാൻ അവിടുത്തെ ക്യാൻറ്റീനിന്ന് കഴിച്ചോളാം. 7:30 ആകുന്നല്ലേ ഉള്ളൂ. എന്തിനാ ഇത്ര നേരത്തെ തിരക്ക് പിടിച്ചു പോകുന്നത്? ഇന്ന് വൈവേ ഉള്ളതാ. ആദ്യം തന്നെ എന്റെ സബ്മിഷൻ ഉള്ളത്. എനിക്ക് ഇനിയും റെക്കോർഡ് എഴുതി തീർക്കാനുണ്ട്. അവിടെ നേരത്തെ എത്തിയാലേ ഇതെല്ലാം നടക്കൂ. അതിന് ഭക്ഷണം കഴിക്കാതെ പോകേണ്ട കാര്യമുണ്ടോ? എന്താ അമ്മേ, സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടിയെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത്. ഇന്ന് ഒരു ദിവസമെങ്കിലും അവൾ അമ്മയുടെ ഇടിയപ്പത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടോട്ടെ. എടി, നീ സ്കൂളിലെ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചാൽ മതി. നീ വെക്കോ. ഇവൾ ഇപ്പോഴും സ്കൂളിലാ പഠിക്കുന്നതെന്നാണോ നിന്റെ വിചാരം? അല്ലേ? ഞാൻ കോളേജിൽ ചേർന്നിട്ടേ 2 മാസം ആയുടെ ഉടായിപ്പേ. നീ കോളേജിൽ ചേർന്നോ? അതെപ്പോ? അല്ല, നീ ഏത് കോളേജിലാ പഠിക്കുന്നേ? അത് കൊള്ളാം. നാട്ടിലുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിനക്ക് വലിയ ഉത്സാഹമാണ്. പക്ഷേ ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് നിനക്ക് ഒരു ഊഹമില്ല. ഒരു ചേട്ടൻ എന്ന നിലയിൽ നീ വേണമായിരുന്നു ഇവളെ കോളേജിൽ ചേർക്കേണ്ടത്. നീ ആ ഉത്തരവാദിത്തം കാണിക്കാത്തത് കൊണ്ട് ഈ സിറ്റി മുഴുവൻ കറങ്ങി നടന്ന് നല്ലൊരു കോളേജ് കണ്ടുപിടിച്ച് ഞാനാ അവളെ കൊണ്ട് ചേർത്തത്. ഞാനാണോ അമ്മയാണോ ഇവിടെ കോളേജിൽ ചേർത്തതെന്നല്ല ഇവിടെ പ്രധാനം. നീ അവിടെ നന്നായി പഠിക്കുക എന്നതാണ്. നീ ഇവിടെ വെറുതെ നിന്ന് സമയം കളയാതെ കോളേജിലേക്ക് പോകാൻ നോക്ക്. പോ. ചേട്ടന്റെ പ്രകടനം കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലമ്മേ. ഞാൻ പോവാ. സൂക്ഷിച്ചു പോണേ മോളെ. അവിടെ ചെന്ന ഉടനെ മെസ്സേജ് ഇടണം. ഇനി അമ്മയും കൂടി ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട പാറുവിനെ ഈസി ആയിട്ട് പുറത്തിറക്കാം. അയ്യോ, എന്താടാ ഈ സാരിയൊക്കെ ഇങ്ങനെ നനച്ചു വെച്ചാ അതില് കരിമനടിക്കില്ലേ? ഇതിനാണോ നീ ഇങ്ങനെ ബഹളം വെച്ചത്? എന്റെ പാതി ജീവൻ അങ്ങ് പോയി. വേറെ ഏതെങ്കിലും സാരി ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാരിയാ. ഇതെടുക്കുമ്പോ അമ്മയെ കാണാൻ സാക്ഷാൽ മഹാലക്ഷ്മിയാണെന്ന് തോന്നുന്നു. നിനക്കത് ഇത്ര ഇഷ്ടമായിരുന്നോ? പിന്നെ കരിമനടിക്കുന്നതിന് മുമ്പ് വേഗം ടെറസിൽ കൊണ്ടേ വിരിച്ചത്. ശരി ശരി, ഞാൻ ഇപ്പൊ തന്നെ പോവാ. ഈ ചെറുക്കന്റെ ഒരു കാര്യം.
പാറു എപ്പോ വന്നു? ഈ റോഡിൽ വെച്ചിട്ട് നമ്മൾ യാദൃച്ഛികമായി കണ്ടത് എന്തൊരു അത്ഭുതമാണല്ലേ. ഒന്ന് പേടിച്ചാലേ മണ്ടത്തരം മാത്രമേ പറയൂ. ഇവനെ വിശ്വസിച്ചാണോ പാറു ഈ വീട്ടിൽ താമസിക്കുന്നേ? നീ എന്തൊക്കെയായി പറയുന്നേ? പാറു നമ്മുടെ വീട്ടിൽ താമസിക്കേ? ഉഫ്, ഈ അഭിനയം ഒന്നും നിർത്താവോ? സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇന്നലെ രാത്രി ഒരുമിച്ച് തുണി കഴുകുന്നതേ ഞാൻ കണ്ടു. എത്ര കാലായി ഈ പരിപാടി തുടങ്ങിയിട്ട്? നീയും അമ്മയും നാട്ടിലേക്ക് പോയ അന്ന് മുതല് പാറു നമ്മുടെ വീട്ടിൽ തന്നെയാ. അപ്പൊ 4 മണിക്ക് എഴുന്നേറ്റ് വിളക്ക് വെക്കാനും തുണി സ്വയം കഴുകാനും ഒക്കെ തുടങ്ങിയത് ഇവക്ക് വേണ്ടിയായിരുന്നല്ലേ? അമ്മയ്ക്ക് ചേട്ടന്റെ മുറിയിൽ നിന്നും കിട്ടിയത് മീരയുടെ ഫോണല്ല, ഇവളുടെ അല്ലേ? നീ ഉടായിപ്പാന്ന് പണ്ടേ എനിക്കറിയായിരുന്നു. പക്ഷെ ഇപ്പോ നീ വേറെ ലെവലിലേക്ക് എത്തി. ഒരു കൂസലും ഇല്ലാതെ രാത്രി ഒരുമിച്ച് തുണി അലക്കാനുള്ള ധൈര്യം നിനക്ക് എവിടുന്നാ കിട്ടിയത്? എനിക്ക് പകരം അമ്മയെ നിങ്ങളെ കണ്ടിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ 2 പേരെ സമാധിയാക്കിയാനെ. ആ ബ്ലൗസിന്റെ വിഷയത്തിൽ നീ പെട്ടുപോണ്ടായിരുന്നു. ജീവിച്ചു പൊക്കോട്ടെ എന്ന് കരുതി ഞാൻ രക്ഷിച്ചതാ. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ഇനിയിപ്പോ നുണ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, നീ ചോദിക്ക്. നിങ്ങൾ തമ്മിൽ പ്രേമത്തിലാണോ? അന്ന് അച്ഛൻ്റെ ഓർമ്മ ദിവസം 2 പേരും കൂടെ ഒരുമിച്ച് പാചകം ചെയ്യുന്ന കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ഇപ്പൊ അത് ഉറപ്പിച്ചു. അയ്യോ, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാന്ന് അമ്മയോട് തുറന്നു പറഞ്ഞുകൂടെ?